അതെ. ഈ തവണത്തെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് നമുക്കറിയാം കെട്ടിലും മട്ടിലും ഒക്കെ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ്. ഏഴിന്റെ മണി അതെങ്ങനെയുണ്ടായിരുന്നു ശാരിക? അത് പുറത്ത് പറയാൻ പറ്റുന്ന ത്രാണി എനിക്ക് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സൗണ്ടൊക്കെ വളരെ മനോഹരമായിട്ടുള്ള നല്ല മുഴക്കമുള്ള സൗണ്ടൊക്കെ ആയിരുന്നു. അവിടെ ഇറങ്ങിയ ശേഷം സൗണ്ടൊന്നും ഇല്ല. ഉം. പിന്നെ ഏഴിന്റെ മണി സീസൺ അതൊരു വെറൈറ്റി സീസൺ ആയിരുന്നു. അത് ഒരു ദിവസം നിന്നാലും 10 ദിവസം നിന്നാലും 50 ദിവസം നിന്നാലും അത് ഭയങ്കരമായിട്ടുള്ള സർവൈവൽ പവർ ഉള്ള ഒരാൾക്ക് മാത്രമേ അതിൽ എൻടർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവിടെ കിടന്നുറങ്ങണമെങ്കിൽ അതൊരു ഗംഭീര സ്റ്റെബിലിറ്റി തന്നെ വേണം. അത് മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും. അത്രയ്ക്ക് 7ന്റെ അല്ല 14ന്റെ പണിയാണ് ബിഗ് ബോസ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ബട്ട് 21 ഡേയ്സ് നിന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതൊരു എന്താ പറയുന്നത്, എല്ലാ സീസണിലും പോലെ നമുക്ക് ഫുഡില്ല, ഭക്ഷണം നോർമൽ, നമുക്ക് ഡ്രസ് ഇല്ല, ബേസിക് നീഡ്സ് ഒക്കെ അവിടെ റിജക്റ്റഡ് ആണ്. അതൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് വാങ്ങിക്കണം. അങ്ങനെ വ്യത്യസ്തതയോടുകൂടി വ്യത്യസ്തമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഇപ്രാവശ്യം ഏഴിന്റെ പണി എന്ന് പറയുന്നത്. ഈവൻ എന്റെ എവിക്ഷൻ പോലും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. കുറച്ചുകൂടെ നിൽക്കാമെന്ന് കരുതി, എങ്കിലും നിന്ന് അത്രയും ദിവസവും ലാലേട്ടന്റെ ഒരു പെറ്റായി മാറുകയും ലാലേട്ടൻ നമ്മളെ KB എന്നൊക്കെ വിളിക്കുകയും നമ്മളുടെ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിനെ കുറിച്ച് വളരെ കാര്യമായി സംസാരിക്കുകയും നമ്മുടെ ഒരു പ്രൊഫഷനെ അദ്ദേഹം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. സോ അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ സീസണിൽ കയറാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെയാണ് അതിനെ കരുതുന്നത്. ശരി. അപ്പം നമ്മൾ ശാരികയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂവിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് ശാരിക. ഇപ്പൊ എന്റെ മുന്നിലും നന്നായി നിർത്താതെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്ത് പറ്റി ബിഗ് ബോസിൽ അല്ലെങ്കിൽ ആ റിയാലിറ്റി ഷോയിൽ സംസാരം കുറച്ച് കുറഞ്ഞു പോയിരുന്നു? സംസാരം കുറയാനുള്ള കാരണം ഞാൻ ആഗ്രഹിച്ച്, എനിക്ക് കുറച്ച് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അതിനകത്ത് കയറുമ്പോൾ. അതായത് ഹോട്ട് സീറ്റ് ശാരികയായിട്ട് അതിനകത്ത് ഞാൻ വരകാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ആക്ച്വലി. ഹോട്ട് സീറ്റ് വേറൊരു തലമാണത്, ബിഗ് ബോസ് അതല്ല. സോ കുറച്ച് ക്വാളിറ്റി കണ്ടന്റ്സ് കൊടുക്കണം, ക്വാളിറ്റി ആയിട്ടുള്ള ഡിബേറ്റ്സ് അവിടെ വരണം, എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എന്തോ അതിന്റെ ഓപ്പോസിറ്റ് എനിക്ക് നിൽക്കാൻ പറ്റിയ ഉള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാവണം ഞാൻ സൈലന്റ് ആക്കിയതാണ്, എന്നെ മ്യൂട്ട് അടിച്ചതാണ് ഞാൻ പലപ്പോഴും. കാരണം നമുക്ക് സംസാരിക്കാനുള്ള പ്രബലമായ കണ്ടന്റുകൾ, ഇപ്പോ ഒരു ന്യൂസ് ചാനൽ വന്നിരുന്നത് താങ്കളോട് സംസാരിക്കാൻ എനിക്ക് പറ്റും, ബട്ട് അവിടെ സംസാരിക്കുന്ന ഒരു വിഷയം എന്റെ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തില്ലാന്ന് എനിക്ക് തോന്നിയത്. ഞാൻ അവരുടെ ബിഗ് ബോസിനെ അല്ല പറയുന്നത്, ബട്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കുറെ അറിവില്ലായ്മകൾ എന്നെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ സൈലൻസ് പാലിച്ചു. നമ്മൾ എന്തിനാണ് അവിടെ പോയി കിടന്ന് നമ്മുടെ വില കളയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അതാണ് ഞാൻ സൈലന്റ് ആയത്. ആക്ച്വലി ദാറ്റ്സ് മൈ സ്ട്രാറ്റജി ആയിരുന്നു ഒരു 1 വീക്ക്. ശരി. ഈ ബിഗ് ബോസിനകത്ത് മറ്റ് കണ്ടസ്റ്റൻസ് മൊത്തം വിളിച്ചുകൊണ്ടിരുന്ന നിലപാടില്ലാത്തവൾ, കാലുമാറ്റക്കാരി, ഇങ്ങനത്തെ കുറെ പേരുകൾ ശാരികയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ കേട്ടപ്പം വിഷമം തോന്നിയിരുന്നു? ഇല്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് നെഗറ്റീവ്സും ആയിട്ട് കയറിയ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് നിലപാടില്ലായ്മ എന്ന് പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷൻസും ഇല്ല. ഇങ്ങനെ പറയുന്നവർക്ക് കണ്ടന്റ് കൊടുക്കാൻ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, എന്നെ പാമ്പെന്നൊക്കെ വിളിക്കുകയും ഒരു ഗായകൻ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. സോ അദ്ദേഹമൊക്കെ നമ്മളെ മാക്സിമം താഴ്ത്തിക്കെട്ടി, നമ്മുടെ ജോബിനെ വരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ അവിടെ സംയമനം പാലിച്ചത്. എന്റെ ഒരു കൾച്ചർ തീർച്ചയായിട്ടും ജനങ്ങൾ അറിയണം, ഇതാണ് ശാരിക, ഇത്ര ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഡിഗ്നിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് ലോകം അറിയണമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ എവിക്ഷനെതിരെ ആൾക്കാർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി, ബിക്കോസ് ഞാനൊന്നും പറയാതെ തന്നെ, ഞാൻ കിടന്ന് അവിടെ ഒരാളെയും ഹോട്ട് സീറ്റിലിട്ട് പൊരിക്കാതെ തന്നെ ജനങ്ങൾ എന്റെ ജെന്യൂനിറ്റി അല്ലെങ്കിൽ എന്റെ കളി മനസ്സിലാക്കി ദേ വാണ്ടഡ് ടു മീ ബാക്ക്. അതെന്റെ ഒരു അത് മീൻസ് അതൊരു അവരുടെ ഒരു ആഗ്രഹമാണ്. എങ്കിലും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ദാറ്റ് ഇസ് മൈ പ്ലേ. ഓക്കെ. ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്ന സമയത്ത് മോഹൻലാലിനോട് താങ്കൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസ് ഒരു നരകമാണ് എന്ന്. അതെ. അത് മാത്രമല്ല, അപ്പോൾ മോഹൻലാൽ താങ്കളെ തിരുത്തുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നു നിങ്ങളാണ് ആ വീടുകൾ സ്വർഗമാക്കേണ്ടതെന്ന്. എന്തുകൊണ്ടാണ് അതെ. അത്തരത്തിൽ നരകമാണ് എന്ന് പറയാനുള്ള ഒരു വലിയ വാക്കാണത്? അപ്പോൾ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഞാനതൊരിക്കലും നിഷേധിക്കില്ല. അദ്ദേഹം തീർച്ചയായിട്ടും ലെജൻഡ് ആണ്. ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാനിക്കുന്നു. ബട്ട് ഞാൻ അത് ജെന്യൂൻ ആയിട്ട് പറഞ്ഞു പോയതാണ്. എനിക്ക് വേണമെങ്കിൽ പോളിഷ് ചെയ്ത് പറയാൻ വേണമെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ്സ് എ ഗെയിം തിങ്. ബട്ട് അത് നമുക്ക് ആ ഒരു ഫീൽ അവിടെ തരും. അതായത് നമ്മൾ എന്താണ്, ഒരുവിധപ്പെട്ട അവിടെ ഇരിക്കുന്ന ഒരു 18-20 കണ്ടസ്റ്റൻസോളം നമ്മൾ ഭക്ഷണം, ഓക്കെ, നമുക്ക് റേഷൻ ഭക്ഷണമാണ്, നമുക്കത് സഹിക്കാം. പക്ഷെ നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ശുചിത്വം, അതായത് അവിടെ ബാത്റൂം ഉണ്ട് പക്ഷെ വസ്ത്രമില്ല. ഒരു വസ്ത്രം തന്നെ 3 ദിവസമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ താങ്കൾ പറയൂ, ഞാൻ എങ്ങനെയാണ് അതിനെ സ്വർഗം എന്ന് വിളിക്കുക? പിന്നെ ടാസ്ക് തന്നിട്ട് ഫസ്റ്റ് ടാസ്ക് തരുന്നത് ഈ ബാൻഡ് കിട്ടുന്ന ആൾക്ക് ഫുൾ ഡ്രസ്സും കൊടുക്കും. പക്ഷേ ടാസ്ക് എന്ന് പറയുമ്പോൾ അവിടെ ആക്രമണമായി മാറി. അത് ബിഗ് ബോസിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയില്ല. ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് കണ്ടസ്റ്റൻസ് കൃത്യമായി മനസ്സിലാക്കാതെ, ഗെയിം കളിക്കാതെ, അതൊരു ഭയങ്കര ഫിസിക്കൽ ആക്രമണമാക്കി മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് ബിഗ് ബോസ് ആ രാത്രി തന്നെ, ഫസ്റ്റ് ഡേ രാത്രി തന്നെ ആ ടാസ്ക് നിർത്തിച്ചു കളഞ്ഞത്. സോ അവിടുത്തെ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് കൊടുക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ അനുസരിക്കാനും അവിടെ അത് വർക്കൗട്ട് ചെയ്യാനുമുള്ള
ഒരു സംഭവം കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തെ പലവട്ടം അത് ചൊടിപ്പിച്ചുകൊണ്ട് ഈ സീസൺ നിർത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെ. ബിക്കോസ് ഓഫ് ദ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയുടെ ഭാഗമായിട്ട്. അതുകൊണ്ടാണ് അതൊരു നരകമായി മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഓഫ് കോഴ്സ്. ഇപ്പം ശാരിക തന്നെ പറഞ്ഞു നമുക്ക് ആവശ്യമായ വസ്ത്രമില്ലായിരുന്നു, മേക്കപ്പ് സാധനങ്ങളില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ തോന്നിയിരുന്നോ ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല ബിഗ് ബോസ് എന്ന് തോന്നിയായിരുന്നോ? ഞാൻ ബിഗ് ബോസിനോട് ഹോട്ട് സീറ്റ് എന്നെ ഇറങ്ങുമ്പോൾ എനിക്കൊരു സിഗ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിനെ ഒന്ന് ഹോട്ട് സീറ്റിൽ ഇരുത്താൻ. അപ്പൊ ഞാൻ ബിഗ് ബോസിനെ ഹോട്ട് സീറ്റിൽ ഇരുത്തി ഇതാണ് ചോദിച്ചത്, ആരാണ് താങ്കൾ ഈ ഗെയിം പഠിപ്പിച്ചു തന്നത്? ഒരു ബേസിക് നീഡ്സ്. അഫ്കോഴ്സ് നിങ്ങളത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്യാവശ്യം നമ്മൾ ഇത്രയും ഡ്രസ്സുകളൊക്കെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് 100 ഡേയ്സിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിപ്പിച്ചിട്ട് നമ്മളോട് അവിടെ ചെല്ലാൻ പറയുന്നു. നമ്മൾ വളരെ പ്രതീക്ഷയോടെ അറ്റ്ലീസ്റ്റ് 14 ദിവസം ഡ്രസ്സ് നമ്മളോട് മിനിമം ഏറ്റവും ബേസിക് പറയുന്നുണ്ട്. വേണ്ട, നമ്മളെ അവരുടെ ഡ്രസ്സുകളെങ്കിലും ആഴ്ചയിൽ ഇടാനുള്ള ഒരു 5 ജോഡി അവരുടെ ഡ്രസ്സ് തന്നോട്ടെ, നമുക്ക് നമ്മുടെ ഡ്രസ്സ് വേണ്ട, ബട്ട് അവരുടെ ഡ്രസ്സുകൾ അവർക്ക് തരാമായിരുന്നു. ഇത് 2 ഡ്രസ്സാണ്. നിങ്ങൾ ആലോചിക്കൂ, ഒരു 7 ഡേയ്സിലേക്ക് 2 ഡ്രസ്സാണ് തരുന്നത്. അതെങ്ങനെയാണ് നരകമാകാതിരിക്കുന്നത്? അവിടെ പെർഫ്യൂം ഇല്ല, നാറി. ആ ഭാഷ നമുക്ക് ഈ ന്യൂസ് ചാനൽ ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് മലയാള ഭാഷ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ ബിഗ് ബോസ് ഹൗസിലും നല്ല മലയാളം സംസാരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആ ഭാഷ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പറയും. ഇങ്ങനെ ദുർഗന്ധം വമിപ്പിക്കുന്ന എന്താ സോംബികളായിട്ടാണ് ഞങ്ങൾ അവിടെ നടന്നത്. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു, നമ്മൾ ആദ്യം ഒന്ന് ഡൗൺ ആയി പോകും. ബിക്കോസ് ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ബിഗ് ബോസ് നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത്? ഇവിടെ കൊല്ലാൻ കൊണ്ടിട്ടിരിക്കുകയാണോ? എന്തായിരിക്കും? പട്ടിണിയൊക്കെ കിടന്നിട്ടുണ്ട് ഞങ്ങള്. എനിക്കൊന്ന് ആദ്യത്തെ ഒരു 5th 6th ഡേയിലൊക്കെ ഞങ്ങൾ മുഴു പട്ടിണിയിലാണ്. ബിക്കോസ് റേഷനാണ് തന്നിരിക്കുന്നത്. അത് നമുക്കറിയില്ലല്ലോ ഇത്ര പെട്ടെന്ന് തീരും, ഇനി തരില്ല. ഉറങ്ങിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഉറങ്ങിയാൽ നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്യുന്ന ഇറങ്ങിയെങ്കിലും നമ്മളെ മുഴുപട്ടിണിയെ വെറും പരിപ്പ് മാത്രം കലക്കി കുടിച്ച് ഞങ്ങൾ കഴിച്ചുകൂടിയ രാത്രികളോടുണ്ട്. സോ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഹെല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേണ്ടിയിരുന്നില്ല എന്ന് പലവട്ടം തോന്നിയിരുന്നു. പക്ഷെ എന്ന് കരുതി എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി പോകും. ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ.